നമുക്കിന്ന് നമ്മുടെ ചിക്കൻ ഗെയിമിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസുകളൊക്കെ നോക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെയാണ് നമ്മുടെ ചിക്കനെ ഓടിക്കാൻ വേണ്ട കോഡ്സും കാര്യങ്ങളൊക്കെ. ഇതാ ഏകദേശം ഇത്രയുണ്ട്. ഞാൻ അതിൻ്റെ ഒരെണ്ണം എടുക്കാം. 1 2 3 8 9 ഇടയ്ക്കെണ്ണം തെറ്റിട്ടുണ്ട്. ഒരു 10-നടുത്തെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 10-നടുത്ത് കോഡുകളാണ് ജസ്റ്റ് ചുമ്മാ നമ്മുടെ ഈ ചിക്കനെ ഓടിക്കാനും ചാടിക്കാനും പറത്തിക്കാനും ഒക്കെ ഉള്ള കോഡുകൾ. അത് ജസ്റ്റ് ഇതൊരു സിമ്പിളാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ സാധനം ചെയ്യാനായിട്ട് ഏകദേശം 10 കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഈ 10 കോഡുകൾ എടുത്ത് നോക്കിയാൽ ഓരോ കോഡും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ്. ഞാൻ ആദ്യം തന്നെ ഈ ജമ്പിങ്ങിൻ്റെ മാത്രമുള്ള കോഡ് എടുക്കാം. ഈ കാണുന്നതാണ് ഈ ചിക്കനെ ജമ്പ് ചെയ്യിക്കാനുള്ള കോഡുകൾ. അത് ചാടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കോഡാണ് ഈ കണ്ട തോണ്ടിയിട്ടും തീരുന്നില്ല, കുറേ ഉണ്ട്. ഇതേപോലെ ഓരോന്നിനും ഓരോ കോഡുണ്ട്. ഞാൻ ഏകദേശം ഒരു 8-നടുത്ത് ആനിമേഷനുകൾ ഈ ചിക്കന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അതായത് ഇതാ ഈ കാണുന്ന ഓട്ടം, പിന്നെ ഷിഫ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിലോടും, പിന്നെ ചാട്ടം ജമ്പിങ്, പിന്നെ ഡബിൾ ജമ്പിങ്, പറക്കൽ, പിന്നെ ഫാളിങ് എന്ന് പറയും. അതായത് ഈ ചാടിയിട്ടിങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ പൊക്കത്തിന്ന് നമുക്കിങ്ങനെ ചാടി വന്നിറങ്ങാം. ഞാനിപ്പോൾ ഒരു സംഗതി കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ആനിമേഷനുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. യൂണിറ്റിയിൽ ആനിമേറ്റർ എന്നാണ് പറയുന്നത്. എല്ലാം കൂടി 8 കാലി വല കെട്ടി വെച്ചേക്കണ പോലെ ഉണ്ട്. ഗെയിം ഡെവലപ്മെൻറ്റ് ഈസിയാണെന്ന് പറയുന്ന നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കൻ ക്യാരക്ടർ ഓടിക്കളിക്കണ ഈ സ്ഥലം ഫുള്ളൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. ഏകദേശം ഇത്രയും വലുതാണ് ഇതിൻ്റെ മാപ്പ്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം വളരെ വലുതാണ്. കുറച്ച് മോഡൽസുകളാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു വീട്, പിന്നെയും കുറച്ച് വീടുകളും, പിന്നെ കുറച്ച് തടാകം, നമ്മുടെ ചിക്കൻ ഇടക്കൊന്ന് കുളിക്കാനൊക്കെയോ അതിനൊക്കെയോ ആവശ്യമുള്ള ഒരു തടാകം, പിന്നെ ഒരു ഗ്രേവി യാർഡ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയോ. ഇതാണ് കൂടുതൽ സമയമെടുത്ത ഇതിൽ. ഞാൻ നേരത്തെ ചെയ്ത കുറച്ച് മോഡൽസൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി വെച്ചതാണ് അതൊക്കെ. ഇതെല്ലാം നമ്മുടെ ചിക്കൻ ക്യാരക്ടറിന് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും കുറേ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെയൊക്കെ ആഡ് ചെയ്യണമെന്ന് ഒരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഇതൊരു കേരള സ്റ്റൈല് വീടാണ് ഞാൻ ചെയ്തത്. അതിന് നമ്മുടെ റൊണാൾഡോ അണ്ണൻ്റെ ഒരു കട്ടൗട്ടും വെച്ചിട്ടുണ്ട്. ഇത് വേൾഡ് കപ്പ് സമയത്ത് ഒരാഗ്രഹം തോന്നി ചുമ്മാ പണിതതാണ്. നാട്ടിൽ മൊത്തം മെസ്സിയുടെയും നെയ്മറിൻ്റെയും അണ്ണൻ്റെയൊക്കെ കട്ടൗട്ടുകളായതുകൊണ്ട് എനിക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലൊരെണ്ണം പണിത് വെച്ചു. നമുക്ക് നമ്മുടെ ചിക്കൻ ഉപയോഗിച്ച് ആ കട്ടൗട്ടൊന്ന് ഫുള്ള് കണ്ടു നോക്കാം. ഇതാ ചിക്കൻ്റെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത്ര വേണ്ടത്. ഇത് നെറ്റിൽ നിന്ന് എടുത്ത ഒരു ഇമേജാണ്. എന്നിട്ട് ചുമ്മാ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. കൊളൈഡറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി അത് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇതിൽ ആക്ച്വലി കൊളൈഡർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല ഈ മരത്തിൻ്റെ സാധനം. പിന്നെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടൊരു ഫുട്ബോൾ പോസ്റ്റൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നൊരു ബോളും ഉണ്ട്, അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ചുമ്മാ വെച്ചേക്കല്ല, നമുക്ക് പോയി ചുമ്മാ തട്ടിക്കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇതാ ഒരു ഗോൾ അടിച്ചു. ഗോളിൻ്റെ പവറിൽ പോസ്റ്റ് വരെയും പൊങ്ങിപ്പോയിട്ടുണ്ട്.